ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ 2.0-ൽ കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. പ്രധാനമന്ത്രി ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കും. തീർത്ഥാടന വിനോദസഞ്ചാര പ്രദേശങ്ങളുടെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. കോവളത്ത് രാജാനഗ പുരസ്കാര ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേരളത്തിന്റെ പുതിയ നഗരനയം യുവജനങ്ങൾക്കൊപ്പം വയോജനങ്ങളെയും പരിഗണിക്കുന്നതായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് മത്സരം ഇന്ന് ധരംശാലയിൽ. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും PV സിന്ധുവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീർ സന്ദർശിക്കും. തീർത്ഥാടന വിനോദസഞ്ചാര പ്രദേശങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട 43 പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ശ്രീനഗറിലെ ബക്ഷി സ്റ്റേഡിയത്തിൽ നടക്കുന്ന വികസിത് ഭാരത് വികസിത് ജമ്മുകശ്മീർ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ജമ്മുകശ്മീരിലെ കാർഷിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള 5000 കോടി രൂപയുടെ സമഗ്ര കാർഷിക വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ജമ്മുകശ്മീർ വിനോദസഞ്ചാര മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ചെലോ ഇന്ത്യ ഗ്ലോബൽ ഡയസ്പോറ ക്യാമ്പയിനും തുടക്കം കുറിക്കും. സർക്കാർ മേഖലയിൽ പുതുതായി നിയമനം ലഭിച്ച 1000 ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമന പത്രം വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി ആശയവിനിമയം നടത്തും. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ 2.0-ൽ കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം രാവിലെ 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. കോട്ടയം കവണാറ്റിൻകരയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. മന്ത്രി VN വാസവൻ വിശിഷ്ടാതിഥിയാകും. വിശദാംശങ്ങളിലേക്ക്. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്വദേശി ദർശൻ 2.0. കേരളത്തിൽ കുമരകവും ബേപ്പൂരുമാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കുമരകത്തെ വിവിധ ടൂറിസം പദ്ധതികൾക്കായി 70 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി സ്വകാര്യ ഏജൻസി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ആദ്യഘട്ടത്തിൽ കുമരകം പക്ഷിസങ്കേതത്തിന്റെ വികസനമാണ് നടത്തുന്നത്. നവീകരിച്ച് കുമരകത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി 13.53 കോടി രൂപ ചെലവഴിക്കും. ഭിന്നശേഷി സൌഹൃദ നടപ്പാത, കാൽനടയാത്രാ പാലങ്ങളുടെ പുനർനിർമ്മാണം, ബോട്ട് ജെട്ടി ഡെക്ക് നിർമ്മാണം, വാച്ച് ടവർ നിർമ്മാണം, പക്ഷികളുടെ വിവരങ്ങൾ അടങ്ങിയ ഡിജിറ്റൽ കിയോസ്ക് സ്ഥാപിക്കൽ, സങ്കേതത്തിനുള്ളിലെ കനാലുകളുടെ പുനരുജ്ജീവനം തുടങ്ങിയ പ്രവൃത്തികൾ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ ഘട്ടങ്ങളിലായി മറ്റു പദ്ധതികളും നടപ്പാക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന രാജാനഗ പുരസ്കാരദാന ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കും. ഇടുക്കി വാഗമണ്ണിലെ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള ടെക്സ്റ്റൈൽ മേഖലയിലെ ഗുണഭോക്താക്കളുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി പീയൂഷ് ഗോയൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. പ്രാദേശികതയ്ക്കായി ശബ്ദമുയർത്താനും പ്രാദേശികത്തെ ആഗോളതലത്തിലേക്ക് കൊണ്ടുപോകാനും തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. തുണിത്തരങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കുമെന്നും തൊഴിലവസരങ്ങൾ തുറക്കുമെന്നും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും ശ്രീ ഗോയൽ അഭിപ്രായപ്പെട്ടു. UAE-യിൽ ഇന്ത്യൻ പ്രവാസികൾക്കുള്ള പുതിയ ജീവൻ സുരക്ഷാ പദ്ധതി നിലവിൽ വന്നു. നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ, ഡ്രൈവർമാർ തുടങ്ങിയവർക്കാണ് പ്രധാനമായും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സാമ്പത്തിക സുരക്ഷയാണ് പദ്ധതിയുടെ ലക്ഷ്യം. UAE-യിലുള്ള ഏകദേശം 3.5 ദശലക്ഷം ഇന്ത്യക്കാരിൽ 65% പേർ ബ്ലൂ കോളർ തൊഴിലാളി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കുടിയേറ്റ തൊഴിലാളികളും ഇവരാണ്. ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന ഈ ജീവൻ സുരക്ഷാ പദ്ധതി ജീവനക്കാരന്റെ സ്വാഭാവിക മരണത്തിനുള്ള നഷ്ടപരിഹാരത്തിനു പുറമെ മറ്റ് പല ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകൾ അടങ്ങുന്ന INAS 334 ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ കൊച്ചി നേവൽ ബേസിലെ INS ഗരുഡയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തു. കമ്മീഷനിംഗ് ചടങ്ങുകളുടെ ഭാഗമായി നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ ഫലകം അനാച്ഛാദനം ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിലും പ്രതിരോധ സജ്ജത ഉയർത്തുന്നതിലേക്കുള്ള കാൽവെപ്പാണ് പുതിയ ഹെലികോപ്റ്ററുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ V ശ്രീനിവാസ്,
പശ്ചിമ മേഖലാ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ പുതിയ നഗരനയം യുവജനങ്ങൾക്കൊപ്പം വയോജനങ്ങളെയും പരിഗണിക്കുന്നതായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് കേരള അർബൻ കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത്. 3 ദിവസത്തെ അർബൻ പോളിസി കമ്മീഷൻ യോഗം ഇന്ന് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് നിക്കി ഹേലി പിന്മാറിയതോടെ മത്സരിക്കുന്ന ഏക റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റ് ജോ ബൈഡനും ട്രംപും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഉൾപാർട്ടി തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇതോടെ നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുവരും ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജയും മുൻ സൌത്ത് കരോലൈന ഗവർണറുമായ നിക്കി ഹേലി 15ൽ 14 ട്രംപിനോട് പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെ നിക്കി ഹേലി ഇനി മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഡൊണാൾഡ് ട്രംപ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയായിരുന്നു. തെക്കൻ യമനിൽ ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 ക്രൂ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി US. ആദ്യമായാണ് കച്ചവട കപ്പലുകൾക്ക് നേരെ വിമത സംഘം നടത്തിയ ആക്രമണത്തിൽ മരണം രേഖപ്പെടുത്തുന്നത്. ഏദൻ ഉൾക്കടലിൽ തകർന്ന കപ്പൽ ഉപേക്ഷിക്കാൻ രക്ഷപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായി US സൈന്യം പറഞ്ഞു. 4 കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റതായി പശ്ചിമേഷ്യയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ പലസ്തീനികളെ പിന്തുണയ്ക്കാനാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഹൂതികൾ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഗാസ്നി നഗരത്തിനടുത്തുള്ള നാനി മേഖലയിലുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 38 പേർക്ക് പരിക്കേറ്റു. കാബൂൾ കാണ്ഡഹാർ ഹൈവേയിലാണ് സംഭവം. പരിക്കേറ്റതിൽ നിരവധി പേരുടെ നില ഗുരുതരമാണ്. ഇവരെ ഗാസ്നി നഗരത്തിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. യുഎസിൽ ഫിലാഡൽഫിയയിലെ സെപ്റ്റ ബസ് സ്റ്റോപ്പിലുണ്ടായ കൂട്ടവെടിവയ്പിൽ 8 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. നോർത്ത് ഈസ്റ്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ബസ് കാത്തുനിൽക്കുന്നതിനിടെയായിരുന്നു വെടിവയ്പ്. റൈസിംഗ് സൺ കോട്ട്മാൻ പാതയിൽ 3 പേർ നടത്തിയ വെടിവയ്പിൽ 15നും 17നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് വെടിയേറ്റത്. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം രാവിലെ 9:30 ആരംഭിക്കും. 4ാം ടെസ്റ്റ് വിജയത്തോടെ പരമ്പര 3-1 സ്വന്തമാക്കിയ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് നിലയിൽ ഒന്നാമതാണ്. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. തായ്വാന്റെ ചൌ ടിയൻ ചെന്നിനെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. കാനഡയുടെ മിഷേൽ ലീയെ തോൽപ്പിച്ചാണ് PV സിന്ധു പ്രീ ക്വാർട്ടറിൽ കടന്നത്. വനിതാ ക്രിക്കറ്റ് പ്രീമിയം ലീഗിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 19 റൺസിന് പരാജയപ്പെടുത്തി. തുടർച്ചയായ 4 പരാജയങ്ങൾക്ക് ശേഷം ഗുജറാത്തിന്റെ ആദ്യ ജയമായിരുന്നു ഇത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് 199 റൺസ് നേടിയപ്പോൾ ബാംഗ്ലൂരിന് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ആരംഭിക്കുന്ന ആദ്യ OTT പ്ലാറ്റ്ഫോം സി സ്പേസ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരം കൈരളി തിയേറ്ററിലാണ് ഉദ്ഘാടന ചടങ്ങ്. സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയതും അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കാൻ ക്ഷണം ലഭിച്ചതുമായ മലയാള ചിത്രങ്ങൾ സി സ്പേസിൽ പ്രേക്ഷകർക്ക് ലഭ്യമാകും. കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 11 വരെയാണ് യുവജനോത്സവം. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ പുതിയ 31 ഹോമിയോ ഡിസ്പെൻസറികളുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിക്കും. ഹോമിയോ മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഉൾപ്പെടെ സൃഷ്ടിച്ചാണ് ഹോമിയോ ഡിസ്പെൻസറികൾ യാഥാർത്ഥ്യമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ 2.0യിൽ കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. പ്രധാനമന്ത്രി ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കും. തീർത്ഥാടന വിനോദസഞ്ചാര പ്രദേശങ്ങളുടെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. കോവളത്ത് രാജാനഗ പുരസ്കാര ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേരളത്തിന്റെ പുതിയ നഗരനയം യുവജനങ്ങൾക്കൊപ്പം വയോജനങ്ങളെയും പരിഗണിക്കുന്നതായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് മത്സരം ഇന്ന് ധരംശാലയിൽ. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും PV സിന്ധുവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.